ശ്രീകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ വിനീതമായി ഈ പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആഗസ്റ്റ് 10. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് ശുനോയ നോമ്പിൻ്റെ 10-ാമത്തെ ദിവസവും കൂടാര പെരുന്നാളിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ചയും ആണ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ എവങ്കെലിയോൻ മേശയിൽ നാം വായിച്ച് കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വേദഭാഗമാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ധാരാളം ഉപമകൾ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. കൃഷി ജീവിതമാർഗമായിരുന്ന സമൂഹത്തോട് സംസാരിക്കുമ്പോൾ വിധക്കാരൻ്റെ ഉപമയും കാണാതെ പോയ ആടിനെ പരാമർശിപ്പിച്ചും സംസാരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കേൾവിക്കാരെ ഏറെ സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ എവൻഗേലിയോൻ മേശയിലും ഒരു ഉപമ പറയുന്നതായിട്ടാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. ഒരു ചോദ്യം ഉണ്ടാക്കുകയാണ് യേശു ഈ ഉപമയിലൂടെ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമനോട്, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് അപ്പൻ പറഞ്ഞു. മറുപടിയായി, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് അനുസരിച്ച് അവൻ പോയി വേല ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമത്തവനോട് അപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. ഈ 2 പേരിൽ അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ആർ എന്ന് യേശു ചോദിച്ചു. മറുപടിയായി അവർ, ആദ്യത്തെ മകനെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവീൻ എന്ന ആഹ്വാനത്തിന് 2 പ്രതികരണങ്ങൾ ആണ് ഉണ്ടായത്. ഒന്നാമത്തത്, മുന്തിരിത്തോട്ടത്തിലെ വേല എന്നത് സഭയിലെ പ്രവർത്തനമെന്ന് ആണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, മനുഷ്യർ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ആണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2 മക്കൾ 2 തരത്തിലുള്ള വ്യക്തികളെ ഇവിടെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞവൻ പിന്നീട് അനുദപിക്കുകയും മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുകയും ചെയ്തതായിട്ട് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും കാണുവാൻ സാധിക്കും. ഗ്രീക്ക് ഭാഷയിൽ മെറ്റാനോണിയ എന്ന പദം ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാനസാന്തരത്തെ കാണിക്കുന്നു. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ മകൻ ചുങ്കക്കാരെയും വേശ്യമാരെയും സൂചിപ്പിക്കുന്നു. അവർ പരസ്യമായി കുറ്റം വിധിക്കപ്പെടാവുന്ന കുപ്രസിദ്ധ പാപികളാണ്. എന്നാൽ സുവിശേഷം കേട്ട് അനുദപിച്ചിട്ടും അവർക്ക് മാനസാന്തരമുണ്ടായി. ദൈവം കൽപ്പന അവർ അനുസരിച്ചതായി പിന്നീട് നമുക്ക് അവരെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പോകാമെന്ന് പറഞ്ഞ മകൻ പോയില്ല. അവൻ പ്രവർത്തനത്തിൽ താല്പര്യം ഇല്ലാത്തവൻ ആയിരുന്നു. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ്റെ പെരുമാറ്റം പരീശന്മാരുടെ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്നു. അവർ അവരുടെ പ്രാർത്ഥനകളിലും സ്തുതിപ്പുകളിലും ദൈവത്തെ ഏറ്റവും ബഹുമാന്യമായ നാമം നൽകുന്നു. ദൈവവേലയ്ക്കുള്ള തീഷ്ണതയും സന്നദ്ധതയും പരസ്യമായി പ്രസ്താവിക്കുന്നു. എങ്കിലും അതൊരു തൊഴിൽ മാത്രമായി അവശേഷിക്കുന്നതായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ സുവിശേഷം കേട്ട് അനുദപിച്ചില്ല. അവർക്ക് മാനസാന്തരമുണ്ടായില്ല. അവ ദൈവ കൽപ്പന അനുസരിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നു, എന്നാൽ പ്രവൃത്തിയിൽ ഇല്ലായിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മേൽപ്പറഞ്ഞതായ ഈ 2 മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം കാണേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അനുതാപമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുതാപമുണ്ടായിരിക്കണം. അനുതാപമില്ലാത്ത ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കില്ല.
ആത്മീയ വരം അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. രണ്ടാമത്തെ കാര്യം, മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കണം. ദൈവകൽപ്പന അനുസരിക്കുന്നവന് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. അവൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതൊക്കെയും അവന് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നാം ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ഉത്സാഹിക്കണം. നമ്മൾ ഓരോരുത്തരും പലർക്കും പല വാഗ്ദാനങ്ങളും ചെയ്യും. എന്നാൽ അത് എത്രമാത്രം പ്രാക്ടിക്കലായി നാം അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയും. നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തക്ക സമയത്ത് അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ അതവർക്ക് ഉപകാരമാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. അതുകൊണ്ട് തന്നെയാണ് യേശു ഇവിടെ പറയുന്നത്, ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു, അനുദപിച്ചു. എന്നാൽ നിങ്ങളോ, അതായത് പരീശന്മാരെ കുറിച്ചാണ് പറയുന്നത്. അന്ന് പരീശന്മാരെ കുറിച്ച് പറഞ്ഞുവെന്നെങ്കിൽ നമ്മെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അനുദപിച്ചില്ല. നാം ഈ 2 മക്കളിൽ ആരായിരിക്കുന്നു എന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആദ്യത്തെ മകനെ പോലെ ആദ്യം നമ്മൾ നിഷേധിച്ചുവെങ്കിലും പിന്നീട് അത് പ്രാവർത്തികമാക്കുന്ന അവനാണ് യഥാർത്ഥത്തിൽ അനുതാപം ഉള്ളവനും അനുസരിക്കുന്നവനും എന്ന് നാം ഈ വേദഭാഗത്തിലൂടെ കാണുന്നു. മൂത്ത മകനെ പോലെ നമുക്ക് ആയിത്തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഒരു കറക്ഷനോട് ചെയ്യണം. നാം നിഷേധിക്കാതെ ആദ്യമേ തന്നെ അനുസരിക്കുന്നുവെങ്കിൽ അത് കൂടുതൽ അനുഗ്രഹപ്രദമാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് മൂത്ത മകനെ പോലെ ഒരു പ്രവൃത്തിയുള്ളവനായി ജീവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം ഈ ഞായറാഴ്ച നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.